സർവം കൃഷ്ണാർപ്പണമസ്തു. ഭൂലോക വൈകുണ്ഠനാഥനായ ശ്രീ ഗുരുവായൂരപ്പൻ, നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ. ദിവസേന ആയിരക്കണക്കിന് ഭക്തർ എത്തുന്ന കണ്ണനെ കാണാൻ ആ തിരുനടയിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതി അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഇന്ന് ഉണ്ണിക്കണ്ണൻ്റെ മുൻപിൽ ആൾരൂപം സമർപ്പിക്കുന്നത് എന്തിനാണ്, എങ്ങനെയാണ്, അവിടെ ഇരിക്കുന്ന ആമയും ആനയും രൂപം എന്തിനാണ് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഗുരുവായൂർ അമ്പലത്തിൽ അകത്ത് കൊടിമരത്തിൻ്റെ വലതുവശത്തായിട്ടാണ് ആൾരൂപം വച്ചിരിക്കുന്നത്. അവിടെ ഒരുപാട് രൂപങ്ങൾ വെച്ചിട്ടുണ്ടാകും. നാരായണീയം, വീട്, സ്ത്രീ പുരുഷ രൂപങ്ങൾ, കൈ, കാല്, അങ്ങനെ ഒരുപാട് രൂപങ്ങൾ അവിടെ നമ്മൾക്ക് കാണാം. ആ കൂട്ടത്തിൽ ആനയുടെ രൂപവും ആമയുടെ രൂപവും ഉണ്ട്. ആൾരൂപം സമർപ്പിക്കുന്നത് എന്തിനാണ്? നമുക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ, ഉദാഹരണത്തിന് മുട്ടുവേദന ഉള്ളവർ കാലിൻ്റെ രൂപം എടുത്ത് തലയ്ക്കുടിഞ്ഞ് അവിടെ സമർപ്പിക്കുന്നു. വീടുപണി പൂർത്തിയാക്കാത്തവർ അല്ലെങ്കിൽ ഒരു വീട് ആഗ്രഹിക്കുന്നവർ അവിടെ നിന്നും വീടിൻ്റെ രൂപം എടുത്ത് പ്രാർത്ഥിച്ച് വയ്ക്കുന്നു. ശേഷം തൊട്ടടുത്തുള്ള ഭണ്ഡാരത്തിൽ ഏതെങ്കിലും ഒരു തുക കാണിക്കയായി സമർപ്പിക്കുന്നു. അത് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതിനേക്കാൾ ഭഗവാന് പ്രിയം, തീരെ നിവൃത്തിയില്ലാത്ത, ആഹാരം കഴിക്കാൻ ഒട്ടും നിവൃത്തിയില്ലാത്ത ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിക്കൊടുക്കാം. അന്നദാനം മഹാദാനം. അതോളം പുണ്യം മറ്റൊന്നിനും ഇല്ല. ഇനി പലരുടെയും സംശയമാണ്, ആൾ രൂപം വച്ചിരിക്കുന്നിടത്ത് ആന, ആമ എന്നീ രൂപങ്ങൾ വച്ചിരിക്കുന്നത് എന്തിനാണെന്ന്. അത് എന്തിനാണ് സമർപ്പിക്കുന്നത്, അതേക്കുറിച്ച് പറയാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ആനയുടെ രൂപം സമർപ്പിക്കുന്നത് എന്തിനാണെന്ന് പറയാം. ആന എന്നാൽ അറിവ്, ബുദ്ധിശക്തി എന്നൊക്കെയാണ്. ഗണപതിയുടെ ശിരസ് നമ്മൾ കണ്ടിട്ടില്ലേ? ആ രൂപം നമ്മൾ എടുത്തു വെച്ച് പ്രാർത്ഥിക്കുന്നത് കുട്ടികൾക്ക് വളരെ നല്ലതാണ്. അറിവ്, വിവരം, ബുദ്ധിശക്തി, പഠനത്തിൽ ഉള്ള ഉയർച്ച, ഇതിനൊക്കെ ആനയുടെ രൂപം എടുത്തു വെച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. ആനയെ വെച്ച് പ്രാർത്ഥിക്കുന്നത് സമ്പത്ത് വർദ്ധിക്കുന്നതിനും വളരെ നല്ലതാണെന്ന് പറയപ്പെടുന്നു. ഇനി ആമയെക്കുറിച്ച് പറയാം. ക്ഷേത്രങ്ങളിൽ വിഗ്രഹങ്ങൾ വയ്ക്കുന്ന പീഠത്തിന് ആമയുടെ ആകൃതിയാണ്. ചില അമ്പലങ്ങളിൽ നമുക്കത് കാണാനും സാധിക്കും. ആമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ കൈകാലുകൾ അതിൻ്റെ പുറന്തോടിനുള്ളിലേക്ക് വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കണമെന്നാണ് പറയുന്നത്. കണ്ണ്, മൂക്ക്, നാവ്, ചെവി, ശരീരം, ഇത് നിയന്ത്രിക്കുവാൻ നമുക്ക് സാധിക്കണം. അരുതാത്തത് കാണാതിരിക്കാനും കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കാതിരിക്കാനും ഒക്കെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കണം. എപ്രകാരമാണോ ഒരു ആമ തൻ്റെ കൈകാലുകളെ അതിൻ്റെ പുറന്തോടിനുള്ളിലേക്ക് വലിക്കുന്നത്, അതേപോലെ ഇന്ദ്രിയങ്ങളെ അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നമുക്ക് കഴിയണം. ഒന്നും അമിതമാകരുത്. അമിതമായാൽ അമൃതം വിഷം എന്നല്ലേ പറയുന്നത്. ഇനി ആൾരൂപം സമർപ്പിച്ച ശേഷം ഭഗവാനുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനയിൽ ആയിരിക്കണം നമ്മൾ. ഭഗവാന് ഞാൻ ആൾരൂപം സമർപ്പിച്ചു കഴിഞ്ഞു, ഇനിയൊക്കെ ഭഗവാൻ നോക്കിക്കോളും എന്ന് കരുതി വെറുതെ ഇരിക്കരുത്. ഓരോ കാരണങ്ങൾ പറഞ്ഞ് പ്രാർത്ഥന മുടക്കുന്നവരും ഉണ്ട്. നിത്യവും വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച് നിങ്ങൾ എന്തിനാണോ ആൾരൂപം സമർപ്പിച്ചത് ആ ആഗ്രഹം നടന്നതായി സങ്കല്പിച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം നടന്നിരിക്കും. സർവം കൃഷ്ണാർപ്പണമസ്തു.